ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ടൂത്ത് പിക്കിന് പകരം നമ്മൾ എന്താണ് ഉപയോഗിക്കേണ്ടതെന്നതിനെ പറ്റിയാണ്. ടൂത്ത് പിക്ക് നിങ്ങൾ ഉപയോഗിക്കുന്നവരായിരിക്കാം, നിങ്ങളുടെ വീട്ടിൽ അത് ഉണ്ടായിരിക്കാം. ഇങ്ങനെയുള്ളവർക്കാണ് ഇന്ന് ഈ ഒരു വിഷയം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ഒരു കാരണവശാലും ടൂത്ത് പിക്ക് ഉപയോഗിക്കരുത്. ടൂത്ത് പിക്ക് നിങ്ങളുടെ ഫുഡിൻ്റെ അവശിഷ്ടങ്ങൾ വായിൽ നിന്ന് മാറ്റുന്നതിനോട് കൂടെ നിങ്ങളുടെ ഗംസിനും പിങ്ക് കളറിലുള്ള നമ്മുടെ പല്ലിന് ചുറ്റുമുള്ള ആ ഭാഗത്തെയാണ് നമ്മൾ ഗംസ് എന്ന് പറയുന്നത്, അഥവാ മോണ എന്ന് പറയുന്നത്. ഈ മോണയ്ക്ക് വളരെയധികം ഡാമേജ് ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ട്രോമ ഉണ്ടാക്കുന്ന ഒരു വസ്തുവാണ് ഈ ടൂത്ത് പിക്ക് എന്ന് പറയുന്നത്. ഇത് ട്രോമ ഉണ്ടാക്കുക മാത്രമല്ല, ബ്ലീഡിങ്ങിന് ചാൻസ് ഉണ്ട്. ഇത് വെച്ച് യൂസ് ചെയ്തിട്ട് അവിടെ നല്ലൊരു വൂണ്ടായിട്ട് അത് ഉണങ്ങാൻ കാലതാമസം എടുക്കാറുണ്ട്. അതുപോലെ തന്നെ ആ ഭാഗത്ത് സ്പേസിങ് ഉണ്ടാക്കാറുണ്ട്. ഇങ്ങനെയൊരു വളരെ തെറ്റായ ഒരു രീതിയാണ് നമ്മൾ മലയാളികളെന്നല്ല, ഒട്ടുമിക്ക കുറേ ആളുകൾ നമ്മുടെ ഇന്ത്യയിലും പല ഭാഗത്തുള്ള ആളുകളും യൂസ് ചെയ്യുന്നൊരു സംഭവമാണ് ടൂത്ത് പിക്ക് എന്നുള്ളത്. ഇതൊരു കാരണവശാലും നിങ്ങൾ ഉപയോഗിക്കരുത്. ഇതിന് പകരം നമ്മളുടെ മാർക്കറ്റിൽ വളരെയധികം നൂതനമായിട്ടുള്ള സാങ്കേതിക വസ്തുക്കളുണ്ട്. ഇതാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അതിനുള്ള ഒരു മാർഗ്ഗമാണ് ഡെൻ്റൽ ഫ്ലോസ് എന്ന് പറയുന്നത്. ഡെൻ്റൽ ഫ്ലോസ് എന്ന് പറയുന്നത് ഒരു ത്രെഡ് പോലെ ഒരു കേസിനുള്ളിൽ കിട്ടുന്ന ഒരു നൂല് പോലെയുള്ള ഒരു ഉപാധിയാണ് ഡെൻ്റൽ ഫ്ലോസ്. ഇത് നമ്മൾ രണ്ട് കൈകളിലെ ഫിംഗർ ാണ് ചുറ്റേണ്ടത്. അതായത് ചൂണ്ട് വിരലിൽ ചുറ്റിയിട്ട് രണ്ട് പല്ലിൻ്റെ ഇടയിലൂടെ നമ്മൾ ഇറക്കി രണ്ട് ഭാഗത്തോട്ടും ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും ആ നൂലിനെ ചലിപ്പിച്ച് പുറത്തോട്ട് എടുക്കുക. ഇങ്ങനെയാണ് ഡെൻ്റൽ ഫ്ലോസ് യൂസ് ചെയ്യുന്നത്. ഡെൻ്റൽ ഫ്ലോസ് ഇന്ന് നമ്മൾ ചൂണ്ടുവിരൽ ചുറ്റുന്ന രീതി പറഞ്ഞു. അതുകൂടാതെ ഇന്ന് ഹാൻഡിൽഡ് ആയിട്ടുള്ള ഡെൻ്റൽ ഫ്ലോസുകൾ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇത് കുറച്ചുകൂടി എളുപ്പമാണ്. ഇത് ഈ നൂല് എന്ന് പറയുന്നത് ഒരു ഹാൻഡിലായിട്ട് അത് ഘടിപ്പിച്ചിട്ട് തന്നെയാണ് ഫിക്സ് ചെയ്തിട്ടാണ് അത് വരുന്നത്. അത് കാരണം നമുക്ക് കുറച്ചുകൂടി ഈസിനെസ് ആണ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് രണ്ട് പല്ലുകൾക്കിടയിലൂടെ താഴ്ത്തുകയും ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും ചലിപ്പിച്ച് മുകളിലോട്ട് വലിക്കുകയാണ് വേണ്ടത്. അടുത്തൊരു ഉപാധി എന്ന് പറയുന്നത് ഇൻ്റർഡെൻ്റൽ ബ്രഷസ് ആണ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്റ്റിക്കിൽ സോഫ്റ്റായിട്ട് ബ്രസിൽസ് സ്പൈറലി ചുറ്റിയിട്ട് നമ്മളിപ്പോൾ കുപ്പികളൊക്കെ കഴുകാനും ബോട്ടിൽസ് കഴുകാനും ഉപയോഗിക്കുന്ന ബ്രഷ് കണ്ടിട്ടില്ലേ, അതിൻ്റെ ഏറ്റവും വളരെ ചെറിയൊരു രൂപമാണ് ഇതിനെന്നുള്ളത്. ഇത് നമുക്ക് കർവ് ചെയ്യാനും നമ്മുടെ പല്ലിൻ്റെ ഇടയിലൂടെ കയറ്റാനും പറ്റുന്നവയാണ്. ഇതുപോലെ പല്ലിൻ്റെ ഇടയിലൂടെ കയറ്റി നമുക്ക് അതിനിടയിലുള്ള ഇൻ്റർഡെൻ്റൽ ജംഗ്ഷൻസും ഫുഡിരിക്കുന്ന ഭാഗങ്ങളെല്ലാം ക്ലീൻ ചെയ്യാൻ സഹായിക്കുന്നതാണ്. ഇത് പല്ലിൽ കമ്പി ഇട്ടിട്ടുള്ള അഥവാ ഫിക്സഡ് ഓർത്തോഡോണ്ടിക് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നവർക്ക് ഏറ്റവും വളരെ ഹെൽപ്ഫുൾ ആവുന്ന ഒരു ബ്രഷസാണ് ഇൻ്റർഡെൻ്റൽ ബ്രഷസ്. അടുത്തൊരു മാർഗ്ഗം എന്ന് പറയുന്നത് വാട്ടർ ഫ്ലോസറാണ്. വാട്ടർ ഫ്ലോസർ ഇന്നും നമ്മുടെ മാർക്കറ്റിൽ കൂടുതലായിട്ട് വിറ്റഴിക്കപ്പെടുന്ന ഒരു ഡെൻ്റൽ വസ്തുവാണ്. ഇലക്ട്രിക് ടൂത്ത് ബ്രഷ് പോലെ തന്നെ ഇന്ന് ഇതിൻ്റെ ഉപയോഗവും കൂടി വരുന്നുണ്ട്. പുറം നാടുകളിലാണ് കൂടുതലും ഇത് ഉപയോഗിച്ച് കണ്ടിട്ടുള്ളത്. പക്ഷേ ഇന്ത്യയിലും കേരളത്തിൽ നിന്നും കൂടുതൽ ആളുകൾ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. വാട്ടർ നല്ല ഫോഴ്സ് ഉപയോഗിച്ചിട്ട് ഇലക്ട്രിസിറ്റിയുടെ സഹായത്തോടു കൂടി ഫോഴ്സ് ഉപയോഗിച്ച് നമ്മുടെ പല്ലിൽ തെറിപ്പിച്ചാണ് ഈ ഫുഡ് അവശിഷ്ടങ്ങളെല്ലാം ഇത് മാറ്റുന്നത്. വാട്ടർ ഫ്ലോസർ എന്ന് പറയുന്നത് വളരെ എഫക്റ്റീവായിട്ട് ഫുഡ് ഡെബ്രിസിനെ എല്ലാം റിമൂവ് ചെയ്യുന്ന ഒരു ടെക്നോളജി, വളരെ അഡ്വാൻസ്ഡ് ടെക്നോളജിയാണ്. ഇത് വളരെ എഫക്റ്റീവാണ്. ബാക്കിയുള്ള എല്ലാ ടൂളിനെയും വെച്ച് നോക്കുമ്പോൾ വളരെ എഫക്റ്റീവായിട്ടുള്ളത് വാട്ടർ ഫ്ലോസർ തന്നെയാണ്. ചാർജബിൾ പ്ലോട്ടും എല്ലാം അതിൻ്റെ കൂടെ തന്നെ ഉണ്ടായിരിക്കും. കോസ്റ്റ് വൈസ് കൂടുതലാണെങ്കിലും ഏറ്റവും എഫക്റ്റീവായിട്ടുള്ളത് വാട്ടർ ഫ്ലോസർ തന്നെയാണ്.